നമസ്കാരം. ഓം ശ്രീമദ് വാൽമീകി രാമായണം ധ്യാന ശ്ലോകങ്ങൾ. കുജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ചതുസപ്തതിത്തമ സർഗ, അതായത് 74-ാം സർഗത്തിലെ 26 വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലി നിർത്തിയിരുന്നു. 27 തുടങ്ങി 36 വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലാം. ശ്ലോകം 27. സമാപതിമവൃത്തായ ലോകധാരണകാമ്യയ ശ്രീമത്യാ ഗുണമുഖ്യായ സ്വഭാവപരിചേഷ്ടയ യസ്യാ പുത്രസഹസ്രാണി സാപി ശോചതി കാമധു കിം പുനര്യാ വിനാ രാമം കൗസല്യാ വർദ്ധയിഷ്യതി. ഏകപുത്രാ ച സാധ്വീ ച വിവത്സേയം ത്വയാ കൃത തസ്മാത് ത്വം സതതം ദുഃഖം പ്രീത്യ ചേഹ ച ലപ്സ്യസേ. അഹം ത്വപജിതിം ഭ്രാതു പിതുച്ഛ സകലാമിമാം വർദ്ധനം യശസച്ഛാപി കരിഷ്യാമി ന സംശയഃ. അന്യായ ച മഹാബാഹും കോസലേന്ദ്രം മഹാബലം സ്വയമേവ പ്രവേക്ഷ്യാമി വനം മുനിനിഷേവിതം. ന ഹ്യഹം പാപസങ്കൽപ്പേ പാപേ പാപം ത്വയാ കൃതം ശക്തോ ധാരയിതും പൗര്യർ അശ്രുകണ്ഠൈർനിരീക്ഷിതഃ. സാ ത്വമഗ്നിം പ്രവിശ്യ വാ സ്വയം വാ വിശദമണ്ഡകാൻ രഞ്ജും ബദ്ധ്വാഥവാ കണ്ഠേ നഹി തേന്യത്പരായണം. അഹം അപ്യവനിം പ്രാപ്തേ രാമേ സത്യപരാക്രമേ കൃതകൃത്യോ ഭവിഷ്യാമി വിപ്രവാസിതകൽമഷഃ. ഇതി നാഗ ഇവാരണ്യേ തോമരാങ്കുശചോദിതഃ പപാദഭുവി സംക്രുദ്ധോ നിശ്വസന്നിവ പന്നഗഃ. സംരക്തനേത്രശിഥിലാംബരസ്തഥാ വിധൂത സർവാഭരണപരം തപഃ ബഭൂവ ഭൂമൗ പതിതോ നൃപാത്മജഃ ശശീപദേ കേതുരിവോത്സവക്ഷയേ. 24-ാം സർഗത്തിലെ 27 തുടങ്ങി 36 വരെയുള്ള ശ്ലോകങ്ങളാണ് ചൊല്ലിയത്. ഇനി ഓരോ ശ്ലോകവും നോക്കാം. 27, 28 ശ്ലോകങ്ങൾ ചൊല്ലാം. സമാപതിമവൃത്തായ ലോകധാരണകാമ്യയ ശ്രീമത്യാ ഗുണമുഖ്യായ സ്വഭാവപരിചേഷ്ടയ യസ്യാ പുത്രസഹസ്രാണി സാപി ശോചതി കാമധു കിം പുനര്യാ വിനാ രാമം കൗസല്യാ വർദ്ധയിഷ്യതി. 27, 28 ശ്ലോകങ്ങളുടെ അർത്ഥം. സദാ നിസ്തുലചരിതയും ലോകം നിലനിർത്തുവാൻ ആഗ്രഹിച്ചു പ്രവർത്തിക്കുന്നവളും സഹജ ചേഷ്ടയാൽ തന്നെ സർവഗുണസമ്പന്നയായവളും 1000 മക്കൾ ഉള്ളവളുമായ
കാമധേനുവും കൂടി ദുഃഖിക്കുന്നുവെങ്കിൽ രാമനെ കൂടാതെയുള്ള കൗസല്യ എങ്ങനെ വർത്തിക്കുന്നുണ്ടാവും? കൈകേയിക്ക് സ്വന്തം പുത്രൻ്റെ ദുഃഖം കണ്ടിട്ട് ഒരു വികാരവും ഉണ്ടാകുന്നില്ല. പക്ഷേ കൗസല്യയ്ക്ക് കൗസല്യ എങ്ങനെയാണ് ഇപ്പോൾ ഇരിക്കുന്നുണ്ടാവുക എന്ന് ഭരതൻ അമ്മയോട് ചോദിക്കുകയാണ്. ശ്ലോകം 29. ഏകപുത്രാ ച സാധ്വീ ച വിവത്സേയം ത്വയാ കൃതാ തസ്മാത് ത്വം സതതം ദുഃഖം പ്രേത്യച്ഛേഹ ചലിപ്സ്യസേ. 29-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: ഭവതി മൂലം ഏകപുത്രിയായ ആ സാധ്വി പുത്രവിരഹത്തിൽ പെട്ടിരിക്കുന്നതിനാൽ ഇഹത്തിലെന്നല്ല പരത്തിലും മരിച്ചു പോയാൽ പോലും ഭവതി എപ്പോഴും ദുഃഖം അനുഭവിക്കും. ശ്ലോകം 30. അഹം ത്വപചിതിം ഭ്രാതു പിതുച്ഛ സകലാമിമാം വർദ്ധനം യശസച്ഛാപി കരിഷ്യാമി ന സംശയഃ. ശ്ലോകം 30-ന്റെ അർത്ഥം: ഞാനാകട്ടെ പിതാവിനും ഭ്രാതാവിനും ചെയ്യേണ്ട പൂജയും യശസ്കരമായ കർമ്മങ്ങളും ചെയ്യാൻ പോകുന്നു, സംശയം ഏതുമില്ല. ശ്ലോകം 31. ആനായ്യ ച മഹാബാഹും കോസലേന്ദ്രം മഹാബലം സ്വയമേവ പ്രവേക്ഷ്യാമി വനം മുനിനിഷേവിതം. ശ്ലോകം 31-ന്റെ അർത്ഥം: കോസലേന്ദ്രനും ദ്യുതിമാനും മഹാബാഹുവുമായ അദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് മുനിമാർ വസിക്കുന്ന വനത്തിലേക്ക് ഞാൻ സ്വയം പോകും. രാമനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ആ വനവാസം ഭരതൻ ചെയ്യാൻ പോവുകയാണ് എന്ന് ധ്വനിപ്പിക്കുകയാണ്. ശ്ലോകം 32. നഹ്യഹം പാപസങ്കൽപ്പേ പാപേ പാപം ത്വയാ കൃതം ശക്തോ ധാരയിതും ബൗര്യർ അശ്രുകണ്ഠൈർനിരീക്ഷിതഃ. ശ്ലോകം 32-ന്റെ അർത്ഥം: പാപം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവളെ, പാപേ, ഭവതി ചെയ്ത പാപത്തെ കണ്ണീര് കണ്ഠത്തിൽ തടഞ്ഞ് ഗദ്ഗദം പൂണ്ട പൗരന്മാരാൽ നിരീക്ഷിതനാകുന്ന എനിക്ക് ഒട്ടും സഹിക്കാനാവുന്നില്ല. ശ്ലോകം 33. സാ ത്വമഗ്നിം പ്രവിശ്യ വാ സ്വയം വാ വിശദമണ്ഡകാൻ രജ്ജും ബിദ്ധ്വാഥവാ കണ്ഠേ നഹിതേന്യത്പരായണം. ശ്ലോകം 33-ന്റെ അർത്ഥം: അങ്ങനെയുള്ള ഭവതി അഗ്നിയിൽ പ്രവേശിക്കുകയോ ദണ്ഡകാരണ്ഡത്തിലേക്ക് സ്വയം പോകുകയോ കഴുത്തിൽ കയറ് കെട്ടി തൂങ്ങിച്ചാകുകയോ ചെയ്യുക, മറ്റൊരു വഴിയും കാണുന്നില്ല. ശ്ലോകം 34. അഹമപ്യവനിം പ്രാപ്തേ രാമേ സത്യപരാക്രമേ കൃതകൃത്യോ ഭവിഷ്യാമി വിപ്രവാസിതകൽമഷഃ. ശ്ലോകം 34-ന്റെ അർത്ഥം: ഇപ്രകാരം അരണ്യത്തിൽ കുന്തം കൊണ്ടും തോട്ടി കൊണ്ടും പീഡിതനായ ആന വീഴുന്നതുപോലെ നിലത്തു വീണ് ക്രുദ്ധനായ പന്നകത്തെപ്പോലെ അദ്ദേഹം ചീറ്റിക്കൊണ്ടിരുന്നു. ശ്ലോകം 36. സംരക്തനേത്ര ശിഥിലാംബരസ്തഥാ വിധൂത സർവാഭരണാപരന്തപഃ ബഭൂവ ഭൂമൗ പതിതൗ നൃപാത്മജഃ ശചീപദേ കേതുരിവോത്സവക്ഷയേ. 74-ാം സർഗത്തിലെ അവസാനത്തെ ശ്ലോകമാണ് 36-ാമത്തെ ശ്ലോകം. അർത്ഥം: കണ്ണു ചുവന്ന് ഉടുതുണി അഴിഞ്ഞ് സർവാഭരണങ്ങളും ചിന്നിച്ചിതറി ഭൂമിയിൽ വീണ ആ രാജകുമാരൻ ഭരതൻ ഉത്സവം കഴിയുമ്പോൾ ഇന്ദ്രധ്വജം പോലെയുള്ള സ്ഥിതിയിലായി. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.